സിമ്പിളാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഒരു മാറ്റം സംഭവിക്കും. അവരുടെ വിശ്വാസം കണ്ടിട്ട് ചിലപ്പോൾ നമുക്കൊരു മനസ്സിനൊരു മടിയായിരിക്കും പ്രാർത്ഥിക്കാനായിട്ട്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒട്ടുമിക്ക മാതാപിതാക്കളുടെയും ഒരു ആഗ്രഹമാണ് എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ എപ്പോഴും നന്നായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ നല്ല വഴിക്ക് പോകണമെന്ന്. അതിനുള്ളൊരു ചെറിയ ഒരു എളുപ്പ മാർഗമാണ് ഇപ്പോൾ ഞാൻ പറയുക. സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. ഇന്ന് കത്തോലിക്ക സഭയിലെ വിശുദ്ധ മോനിക്കയുടെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും മാത്രമേ ഉള്ളൂ. മോനിക്ക ചെയ്തതുപോലെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. മോനിക്കയുടെ പ്രാർത്ഥന കൊണ്ട് അഗസ്റ്റിൻ എന്ന് പറയുന്ന വ്യക്തി വിശുദ്ധനായിട്ട് മാറി. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഒരു മാറ്റം സംഭവിക്കും. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, അവരുടെ വിശ്വാസം കണ്ട് ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തി എന്ന് പറയുക. അവരുടെ വിശ്വാസം കണ്ടിട്ട്, അല്ലാതെ വന്നിരുന്ന തളർവാദ രോഗിയുടെ വിശ്വാസം കണ്ടിട്ടല്ല, മറിച്ച് വന്ന് അവരെ ഈ തളർവാദ രോഗിയെ കൊണ്ടുവന്നിരുന്ന ആളുടെ വിശ്വാസം കണ്ടിട്ടാണ് അവരെ സുഖപ്പെടുത്തിയത്. അതുപോലെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ 17 വർഷമാണ് വിശുദ്ധ മോനിക്ക തൻ്റെ മകൻ അഗസ്റ്റിന് വേണ്ടി പ്രാർത്ഥിച്ചത്. നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ 1, 2, 3 അല്ലെങ്കിൽ ഏറ്റവും കൂടി പോയ 1 വർഷം നമ്മൾ പ്രാർത്ഥിച്ചു. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്കൊരു മനസ്സിനൊരു മടിയായിരിക്കും പ്രാർത്ഥിക്കാനായിട്ട്. പക്ഷേ ഇവിടെ വിശുദ്ധ മോനിക്ക ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. തൻ്റെ പ്രാർത്ഥന കൊണ്ട് തൻ്റെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയെയും മാറ്റിയ ഒരു സ്ത്രീയാണ് വിശുദ്ധ മോനിക്ക. അതുപോലെ തന്നെ നീണ്ട 17 വർഷം തൻ്റെ മകനും വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ എല്ലാത്തിൻ്റെയും ഒടുവിൽ ആ അമ്മയ്ക്ക് കിട്ടിയത് എപ്പോഴും അനുഗ്രഹങ്ങളായിരുന്നു. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ മക്കളെയൊക്കെ വളർത്താനായിട്ട് നമുക്ക് സാധിക്കും. സിമ്പിളായിട്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആത്മാർത്ഥമായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എപ്പോഴും വിലപ്പെട്ടതാണ്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന തിരുവചനം പറയുക. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മുടെ മക്കളെ ഓർക്കുക, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.